വളരെ ഈസിയായി നല്ല സ്വാദിഷ്ടമായ മട്ടൻ കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റവ് കത്തിക്കുക. ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ ഒരു വലിയ സവാള കനം കുറച്ചരിഞ്ഞത് അതിലേക്ക് ചേർക്കുക. ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. എന്നാലേ കറിക്ക് നല്ല സ്വാദും കളറും ഉണ്ടാകുകയുള്ളൂ. ഇടയ്ക്കൊന്ന് അടച്ചു വെക്കുക. പിന്നെയും തുറന്നൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇത് നമ്മൾ വഴറ്റണം. എന്നാലേ കറിക്ക് ഒരു കളറുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഇത്തിരി ക്ഷമയോടുകൂടി അത് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റുക. മസാലകളും നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയും മസാലകളും നന്നായിട്ട് വഴറ്റിയാൽ നല്ല കളറായിരിക്കും കറിക്ക്. സവാള ഒന്ന് വാടുമ്പോൾ തന്നെ മസാലകൾ ചേർക്കരുത്. നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം മാത്രം മസാലപ്പൊടികൾ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതുകൂടി ചേർക്കാം. ഇനി തക്കാളിയും നന്നായിട്ട് വഴറ്റി അതിൽ യോജിപ്പിച്ചെടുക്കണം. അത്രയും നേരം കുറച്ച് വഴറ്റിയെടുക്കണം. ഇടയ്ക്കൊന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. ഇത് ചൊറുക്കയും ഉപ്പും ചേർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞു വച്ചിരിക്കുന്നതാണ്. ചൊറുക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി. അതിലൊക്കെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റുക. ഇപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. ആ സവാളയിലും കിടന്ന് ഈ മീറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാലേ കറിക്ക് നല്ല സ്വാദുണ്ടാവുകയുള്ളൂ. മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. പിന്നെയും തുറന്ന് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. പിന്നെ നന്നായിട്ട് വഴറ്റുക. 2-3 മിനിറ്റ് ഇതേപോലെ നന്നായിട്ട് വഴറ്റണം. ഇത് കുക്കറിൽ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഈ പാനിൽ ചെയ്യുന്നത് എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പം നിങ്ങൾക്കിത് കുക്കറിൽ ആണെങ്കിൽ ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കാം. കുറച്ച് മല്ലിയില ചേർത്തു. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് കുക്കറിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേഗം വേകാൻ വേണ്ടിയാണ് കുക്കറിലേക്ക് മാറ്റുന്നത്. ഒരു 2 വിസിൽ കേൾക്കുന്നവരെ കുക്കറിൽ അടുപ്പിച്ചാൽ മതി. അധികം വിസിൽ കേൾപ്പിക്കരുത്. മട്ടൺ അധികം വേവില്ലാത്തതാണ്. അപ്പോൾ 2 വിസിൽ കേട്ടിട്ടുണ്ട്. എൻ്റെ
മട്ടൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 2 വിസിൽ അടിച്ചതിന് ശേഷം ആവി കളഞ്ഞിട്ട് തുറന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും വെച്ച് 1 വിസിലും കൂടി അടുപ്പിക്കുക. മട്ടൻ അധികം വേവില്ലാത്തത് കൊണ്ടാണ്. ഇനി നമുക്കത് അതിലേക്ക് ഉള്ളി മൂപ്പിച്ചിടണം. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് കശുവണ്ടിയോ തേങ്ങാക്കൊത്തോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കശുവണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കശുവണ്ടി ഇല്ലെങ്കിൽ തേങ്ങാക്കൊത്ത് ചേർത്താലും മതി. നന്നായിട്ട് ഇതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാകത്തിന് നമുക്ക് നമ്മുടെ കറി ഇതിലേക്ക് ഒഴിക്കാം. പാകം ചെയ്ത് വച്ചിരിക്കുന്ന മട്ടൻ കറി ഈ ഉള്ളി മൂപ്പിച്ചതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒരു 5 മിനിറ്റും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ചാറ് ഇത്രയും ഉണ്ട്. ഈ പാകത്തിൽ മതിയെങ്കിൽ അത് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യാം. ഒന്നും കൂടി വറ്റിക്കണമെങ്കിൽ ഈ പാകത്തിന് എടുക്കുക. ഇപ്പോൾ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സ്വാദുള്ള മട്ടൻ കറി ഈസിയായി തയ്യാറായി. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനായിട്ട് പോകും. നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അടുത്ത റെസിപ്പിയുമായി അടുത്ത ദിവസം വരുന്നതാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.